പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കുറേ ആയല്ലേ ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടിട്ട്. അപ്പോൾ ഞാനും കുറേ ദിവസമായി വീഡിയോസ് ഇടാത്ത. അപ്പോൾ കുറേ എന്തെല്ലോ തിരക്കായി പോയി, അതുകൊണ്ട് തന്നെ വീഡിയോ ഇടാൻ കുറേ ലേറ്റായി. അപ്പോൾ ഇന്ന് ഏതായാലും നല്ലൊരു കിടിലൻ ഡിഷുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വേറൊന്നല്ല, ഇത് നമ്മുടെ സ്വന്തം മധുരക്കിഴങ്ങ് കേട്ടോ. അപ്പോൾ ഞാൻ ആ മധുരക്കിഴങ്ങ് നല്ലോണം കഴുകി ക്ലീൻ ചെയ്തിട്ട് നല്ല സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല നേരിയ ഏകദേശം നമ്മുടെ ചിപ്സിൻ്റെ പരുവത്തിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. സ്ലൈസർ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ചും കട്ട് ചെയ്യാം. ഇതിപ്പം ഞാൻ നമ്മുടെ കത്തി വെച്ച് നല്ല നേരിയ നൈസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ കിഴങ്ങ് വട എന്ന് പറയും. അപ്പോൾ നമ്മൾ പല വടകൾ കണ്ടിട്ടുണ്ടല്ലേ, കിഴങ്ങ് വട, ഉള്ളി വട, അതുപോലെ. അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വറുത്തെടുക്കാൻ ആവശ്യമായ ബാറ്ററും കൂടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരു 2 സ്പൂൺ മൈദ മാവ്, അതുപോലെ തന്നെ ഒരു 1.5 സ്പൂണ് നമ്മുടെ കടലമാവും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് സ്പൂണല്ല കേട്ടോ, നമ്മുടെ ബാറ്ററിന് നമുക്ക് ആവശ്യമായ രീതിയിൽ നമുക്ക് മൈദയും കടലമാവും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ ആ ഒരു മധുരക്കിഴങ്ങ് കട്ട് ചെയ്ത് അതിന് കണക്കായ രീതിയിലുള്ള മാവാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് നല്ലോണം മാവ് ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടിയും കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഞാൻ ആദ്യം കുറച്ച് ഉപ്പിട്ടു. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മറക്കുന്ന സംഭവമാണ് കേട്ടോ ഉപ്പിടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കായം, അതുപോലെ ഉപ്പും നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാം കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ അപ്പക്കാരെന്ന് പറയും, അത് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഞാനത് ചേർക്കുന്നില്ല. അതിനുശേഷം നമ്മുടെ അരിഞ്ഞു വെച്ച, അതായത് നല്ല നേർങ്ങനെ അരിഞ്ഞു വെച്ച നമ്മുടെ മധുരക്കിഴങ്ങ് ഓരോ പീസായിട്ട് നമുക്ക് ആ ബാറ്ററിലേക്ക് ഇട്ട് നമ്മുടെ എണ്ണേൻ്റെ അകത്തുനിന്ന് പൊരിച്ചെടുത്താലോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്താ പറയുക, അത്രയും നല്ല ഒരു അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ കിഴങ്ങ് വറുക്കുന്നതിനേക്കാളും കൂടുതലും ടേസ്റ്റ് നമ്മുടെ ഈ മധുരക്കിഴങ്ങ് ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോഴാണ്. ഇത് നമ്മുടെ ഹോട്ടൽസിലൊക്കെ കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ കണ്ണൂർ ഭാഗത്തുണ്ടോയെന്ന് അറിയില്ല, കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ അധികവും നമ്മുടെ തട്ടുകടകളിലൊക്കെ കണ്ടുവരുന്ന ഉള്ളിവടേൻ്റെ അപ്പുറം തന്നെ ഉണ്ടാവുന്ന ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ നമ്മുടെ മധുരക്കിഴങ്ങ് വട. അപ്പോൾ ഇതാ നല്ലോണം മൊരിഞ്ഞ് വരുന്ന രീതിയിൽ നമുക്കൊന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ 2 സൈഡും നല്ലോണം ഒന്ന് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ ആ ഒരു ചെറിയ മധുരവും നമ്മുടെ മുളക് പൊടിയൊക്കെ ഇട്ടതിൻ്റെ ആ ഒരു സ്പൈസി ടേസ്റ്റും എല്ലാം കൂടി സംഭവം അടിപൊളി സാധനമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്. നമ്മുടെ മധുരക്കിഴങ്ങ് ഇതുപോലെ പുഴുങ്ങിയെടുത്താലോ അല്ല വേറെ എന്ത് സംഭവം ഉണ്ടാക്കിയാലും അവർ കഴിക്കില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ സ്നാക്സ് പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരത് കഴിച്ചോളും. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു ഡിഷ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. മധുരക്കിഴങ്ങ് കഴിക്കാത്ത കുട്ടികൾക്ക് നമ്മുടെ ഒരുപാട് ഓയിൽ ഫ്രൈ ചെയ്ത് അങ്ങനെ കൊടുക്കണം എന്നല്ല, വല്ലപ്പോഴും ഇതുപോലെ നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ ഇതാ നമുക്ക് അങ്ങനെ ഓരോന്നോരോന്നായി മൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് തീരുന്നത് വരെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ കഴിച്ച് ബാക്കിയുണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിൽ അത് കുറച്ച് പിറ്റേ ദിവസത്തേക്കാണെങ്കിലും നമുക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം അത് കേടായി പോകുന്നില്ല, നമ്മൾ അപ്പക്കാരം കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതൊന്നും കുഴപ്പമില്ല. തണുത്താലും നമുക്കത് കഴിക്കുന്നതിൽ വേറൊരു പ്രശ്നവും വരില്ല. നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഉള്ളിവട, അതുപോലെ തന്നെ നമ്മളെ കിഴങ്ങ് വട, അതുപോലെ തന്നെ അങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ മധുരക്കിഴങ്ങ് വെച്ച് ഈ ഒരു സംഭവം കൂടി ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് പൊതുവേ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഇത് കാണുമ്പോൾ നമുക്ക് ചിലപ്പം എന്തെങ്കിലും ഒരിത് തോന്നിയാലും അത് നമ്മൾ കുക്ക് ചെയ്ത് നല്ല മൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് കഴിക്കുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ആ ഒരു ടേസ്റ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് നമ്മുടെ പാനിലിട്ട് നമ്മുടെ എണ്ണയുടെ അകത്ത് വറുത്തെടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നൊരു സംഭവം, ഇതെല്ലാം കുക്ക് ചെയ്ത് നമ്മളെ സ്നാക്സ് നമ്മൾ പ്ലേറ്റിലേക്ക് പകർത്തിയപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ മറന്നുപോയി. സംഭവം ഇത് ഉണ്ടാക്കി കഴിയുന്നതിലിടയ്ക്ക് തന്നെ സാധനം എൻ്റെ മക്കൾ 2 ആളും നല്ലോണം കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാ ബാലൻസ് വന്നത് ഇത്ര മാത്രം. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക.